നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ റിവിഷൻ ക്ലാസ് 2 ആണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിമിനറി എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAയുടെ റിവിഷൻ ക്ലാസ് 2 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2014 മുതൽ 2024 വരെ കേരള PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. ഏകദേശം 10 വർഷം കാലയളവിനിടയ്ക്ക് കേരള PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നത്, അതും കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ ചതുരശ്ര കിലോമീറ്റർ അങ്ങ് ചാ കി മീ എന്നങ്ങ് പഠിച്ചു വെച്ചോളെ സുഹൃത്തുക്കളെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ കിലോമീറ്റർ സ്ഥാനത്ത് മീറ്റർ എന്നും സെന്റിമീറ്റർ എന്നും മൈൽ എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും PSC. അതുപോലെ തെറ്റിക്കാറുമുണ്ട് ഈ ഒരു ചോദ്യം. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ, കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 590 കിലോമീറ്റർ എന്ന്. രണ്ടും ശരിയാണ് കേട്ടോ. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ചോദിച്ചാൽ 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590 കിലോമീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ എത്രയാണ്? 900 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം എത്ര സുഹൃത്തുക്കളെ? 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്. താലൂക്ക് ചോദിച്ചാൽ ദേവികുളം താലൂക്ക്. ഇമ്പോർട്ടന്റ് ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്ത്. താലൂക്കാണ് ചോദിക്കുന്നതെങ്കിൽ ദേവികുളം താലൂക്ക്. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ആരാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ടത്തില് 24 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയില് മലനിരകൾ കാണാറില്ല. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാലക്കാട് ചുരമെന്ന്. കോയമ്പത്തൂരിനെ പാലക്കാടുമായി കൂട്ടിയിണക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെ പാലക്കാടുമായി കൂട്ടിയിണക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതാ? അഗസ്ത്യാർകൂടമാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ലക്ഷദ്വീപാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ വിസ്തീർണം എത്രയാ? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം ചോദിച്ചാൽ 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590 കിലോമീറ്റർ. രണ്ടും PSC ഉത്തരമായി നൽകാറുണ്ട്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എത്രയെന്ന് ചോദിച്ചാൽ അത് 900 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അതും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്. താലൂക്കാണ് ചോദിക്കുന്നെങ്കിൽ ദേവികുളം താലൂക്ക്. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ടത്തിൽ 24 മുതൽ 40 കിലോമീറ്റർ വരെ വീതിയിൽ മലനിരകൾ ഇല്ലാത്ത ഭാഗം അറിയപ്പെടുന്ന പേരാണ് പാലക്കാട് ചുരം എന്ന്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും കൂട്ടിയിണക്കുന്ന ചുരം എന്നറിയപ്പെടുന്നത് ഏതാ? പാലക്കാട് ചുരമാണ്. അപ്പൊ പാലക്കാട് ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നേ? കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മില്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപാണ്. പഠിക്കുക. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ല. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഏതൊക്കെയാണ് അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് ഏതാണ്? കർണാടകയും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന ജലപാത അറിയപ്പെടുന്ന പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാല്. ഇമ്പോർട്ടന്റ് ആണ്. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാത അറിയപ്പെടുന്ന പേരാണ്
വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന്. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂണുമായി ബന്ധപ്പെട്ട. കേരളത്തില് ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൂലമാണ്. പഠിക്കുക. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണ്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പഠിച്ചോളനെ, കേരളത്തിലെ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മൂലമാണ്. ഹിപ്പാലസ് കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഹിപ്പാലസ് കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരുപാട് PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിരുന്നു. പഠിക്കുക. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നമ്മൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? തുലാവർഷം എന്ന് വിളിക്കുന്നു. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നേര്യമംഗലം, എറണാകുളം ജില്ല. കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ച വർഷം 2004. കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ച വർഷം ഏതാണ്? 2004 ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ രൂപീകരിച്ചത് കേട്ടോ. അപ്പൊ കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ച വർഷം എത്രയാ? 2004 ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. പഠിച്ചോളണേ, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന മണ്ണ് എന്നറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന മണ്ണ് എന്നറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. പാലക്കാട് തന്നെ ചിറ്റൂർ പ്രദേശങ്ങളാണ്. ഓർക്കുക, കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടിലെ ചിറ്റൂർ പ്രദേശങ്ങളിലാണ്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലായുള്ള പ്രദേശം കുണ്ടറ. കേരളത്തിലെ കളിമണ്ണ് നിക്ഷേപം കൂടുതലായുള്ള പ്രദേശം ഏതാണ്? അത് കുണ്ടറയാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് പീറ്റുമണ്ണ്. സ്ഫടികമണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ള സ്ഥലമാണ് ആലപ്പുഴയിലെ ചേർത്തല. സ്ഫടികമണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ള സ്ഥലം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഭാഗങ്ങള്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ഏതൊക്കെയാ അയൽ സംസ്ഥാനങ്ങൾ? ഒന്ന് തമിഴ്നാട്, മറ്റൊന്ന് കർണാടകയും. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിനു സമാന്തരമായി നീളുന്ന പ്രധാന ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ കാറ്റ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മൂലമാണ്. ഹിപ്പാലസ് കാറ്റുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ ഏതാണ്? അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തുലാവർഷം. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പകരമായിട്ട് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും ശ്രദ്ധിച്ചോളണേ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, രണ്ടും ഒന്ന് തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യുന്ന മഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് നേര്യമംഗലം, എറണാകുളം ജില്ല. കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ച വർഷം എത്രയാ? 2004 കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ രൂപം കൊള്ളുന്ന മണ്ണെന്നറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശങ്ങളിലാണ്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലായുള്ള പ്രദേശം കുണ്ടറയാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ള സ്ഥലം ഏതാണ്? ആലപ്പുഴയിലെ ചേർത്തല ഭാഗങ്ങളാണ്. പഠിക്കുക. കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുവാണ് ഇലിമനൈറ്റ് അല്ലെങ്കിൽ മോണോസൈറ്റ്. പഠിച്ചോളനെ. കേരളത്തിലെ കടലോര പ്രദേശങ്ങളിൽ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതു ഏതാ? ഇലിമനൈറ്റ്, മോണോസൈറ്റ്. കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളിലായ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങളിൽ എന്തിനാണ് പ്രശസ്തമായത് അല്ലെങ്കിൽ എന്തിനു പേര് കേട്ടതാണെന്ന് ചോദിച്ചാൽ ഇലിമിനൈറ്റ് അല്ലെങ്കിൽ മോണോസൈറ്റിന്റെ നിക്ഷേപത്തിന്. ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളായിട്ടുള്ള നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിന് പേര് കേട്ടതാണെന്ന് ചോദിച്ചാൽ ഇലിമിനൈറ്റ് അല്ലെങ്കിൽ മോണോസൈറ്റിന്റെ നിക്ഷേപത്തിന് പേര് കേട്ടതാണ്. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം വാളയാർ. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം എവിടെയാ? വാളയാറാണ്.
കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. കേരളത്തിലെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ല. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം എവിടെയാ? വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ല. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനമാണ് അനേർട്ട്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന കേരളത്തിന്റെ സ്ഥാപനം ഏതാണ്? അതാണ് അനേർട്ട്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. അങ്ങനെ 3 നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രണ്ണമാണ്? 3 എണ്ണമാണ്. ഏതൊക്കെയാ അവര്? കബനി, ഭവാനി, പാമ്പാറ്. കബനി നദി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ. കബനി നദി ഏതു നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാവേരി നദിയുടെ പോഷക നദിയാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. പഠിച്ചോളണേ, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ. ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് പെരിയാർ. അല്ലെങ്കിൽ പറയാം, പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ശിവഗിരി മലകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ കടലോര പ്രദേശങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുവാണ് ഇലിമനൈറ്റ്, മോണോസൈറ്റ്. കൊല്ലം ജില്ലയിലെ കടലോര ഗ്രാമങ്ങളായ നീണ്ടകര, ചവറ, കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിനു പേര് കേട്ടതാണെന്ന് ചോദിച്ചാൽ ഇലിമിനൈറ്റിന്റെ അല്ലെങ്കിൽ മോണോസൈറ്റിന്റെ നിക്ഷേപത്തിന് പേര് കേട്ടത്. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ വാളയാറാണ്. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട് ജില്ല. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ്, തിരുവനന്തപുരം ജില്ല. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന സ്ഥാപനം അനേർട്ട്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. ആ നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. കേരളത്തിൽ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാ? 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പ നദി. പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദിയുടെ നീളം എത്രയാ? 176 കിലോമീറ്റർ ആണ്. കേരളത്തിൽ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാ? 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ഏതാ സുഹൃത്തുക്കളെ? അത് കാസർഗോഡ് ജില്ലയാണ്. ഓർമ്മിച്ചോളണേ, മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. അതുകൊണ്ടൊന്ന് ഓർത്തു വെക്കുക. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ്. കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ്. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാർ നദി. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ളേ, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പെരിയാർ നദിയാണ്. തേക്കടി വന്യജീവി സങ്കേതം ഏത് നദിയുടെ കരയിലാണെന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ തീരത്താണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? അത് പെരിയാർ നദിയിലാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയുടെ തീരത്താണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയുടെ തീരത്താണ്.
പേരാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. പേരാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാ? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാ? 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ നീളം എത്രയാ? 176 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാ? 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല ഏതാ? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് നെയ്യാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. തേക്കടി വന്യമൃഗ സങ്കേതം ഏത് നദിയുടെ കരയിലാണെന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ കരയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? പെരിയാർ നദിയിലാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദേശമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിന്റെ തീരത്താണ്. പേരാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ചോദിച്ചാലും ഭാരതപ്പുഴ തന്നെയാണ്. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളണേ. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളൂ. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്ത്. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് ചോദിച്ചാല് ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്ത്. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ലോക പ്രശസ്തമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പയാറിലാണ്. ലോക പ്രശസ്തമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പയാറിലാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലകളിൽ നിന്നും. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പുളിച്ചിമലകളിൽ നിന്നാണ്. പുളിച്ചിമലകൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുളിച്ചിമലകൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതു കായലിലാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി മാഹി നദി, അല്ലെന്നുണ്ടെങ്കിൽ മയ്യഴിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ അത് മാഹി നദിയാണ്. അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താ? മയ്യഴിപ്പുഴ എന്ന്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചേ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. ബേപ്പൂരിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്ന നദി ചാലിയാറാണ്. ബേപ്പൂരിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്ന നദി ഏതാണ്? ചാലിയാറാണ്. ചാലക്കുടിപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? കൊടുങ്ങല്ലൂർ കായലില്. ചാലക്കുടിപ്പുഴ എവിടെയാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂർ കായലിലാണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാ? 34 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിന്റെ ഭാഗമായെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കായലിന്റെ ഭാഗമായി. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്തെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം ഏതു കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ടു കായലിന്റെ തീരത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുടെ തീരത്ത്. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. ലോക പ്രശസ്തമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പയാറിലാണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലകളിൽ നിന്നാണ്. പുളിച്ചിമല എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? വേമ്പനാട് കായലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മാഹി നദിയാണ്. മാഹി നദിയുടെ മറ്റൊരു പേരെന്താ? മയ്യഴിപ്പുഴ എന്ന്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ബേപ്പൂരിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്ന നദി ചാലിയാറാണ്. ചാലക്കുടിപ്പുഴ എവിടെയാണ് പതിക്കുന്നത്? കൊടുങ്ങല്ലൂർ കായലിൽ. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൽ. കുമരകം വിനോദസഞ്ചാര കേന്ദ്രം ഏതു കായലിന്റെ തീരത്താണെന്ന് ചോദിച്ചാൽ
വേമ്പനാട് കായലിന്റെ തീരത്താണ് പഠിക്കുക. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട് കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണല്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? അത് പാതിരാമണലാണ്. കുമരകത്തിനും തണ്ണീർമുക്കം ബണ്ടിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപാണ് പാതിരാമണല്. പഠിച്ചോളനെ, കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് ഏത്? പാതിരാമണല്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്നറിയപ്പെടുന്നത് ആരാ? അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴിയാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏതാണ്? അത് നീണ്ടകര അഴിയാണ്. 1988 പെരുമൺ ദുരന്തം നടന്ന കായൽ അഷ്ടമുടിക്കായൽ. 1988 പെരുമൺ ദുരന്തം നടന്ന കായൽ എന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാ? പൂക്കോട് തടാകമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്നറിയപ്പെടുന്നത് കുറുവാ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ അല്ലെങ്കിൽ നദി മൂലം രൂപപ്പെട്ട ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാ? അത് കുറുവാ ദ്വീപാണ്. കുറുവാ ദ്വീപ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട് ജില്ലയില്. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. അത് ഏത് നദിയിലാ? കബനി നദിയിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. ഏത് നദിയിലാ? കബനി നദിയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിലെ തൃശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചോളനെ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. ഇനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂർ ജില്ലയാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അതും ഇപ്പോഴങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയില്. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴിയാണ്. 1988 പെരുമൺ ദുരന്തം നടന്ന കായൽ അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട് തടാകം. സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്നറിയപ്പെടുന്നത് കുറുവാ ദ്വീപാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. നദി ചോദിച്ചാൽ കബനി നദി. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ചാലക്കുടി പുഴയാണ്. ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദിയാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. വർഷം 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. വർഷം 1940. പള്ളിവാസൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് മുതിരൻ പുഴയിലാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേയുള്ള പള്ളിവാസൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുതിരൻ പുഴയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി
പദ്ധതിയിലൂടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പെരിയാറിൻ്റെതാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയില ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാർ നദിയുടെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? കാനഡ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ അത് കാനഡയുടെ സഹായത്തോടെയാണ്. കുറവൻ കുറത്തി മലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കുറവൻ കുറത്തി മലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശബരിഗിരി പദ്ധതി ഏത് നദിയിലാ? പമ്പ നദിയിൽ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാ? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലട, കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപക ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ് കേട്ടോ. ഓർത്തു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയെന്ന് ചോദിച്ചാൽ 780 മെഗാവാട്ട് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്, പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? അത് പാമ്പാടും ചോലയാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളണേ. പാമ്പാടും ചോല അതും എവിടെയാ? ഇടുക്കി ജില്ല തന്നെയാണ്. അത് ഉടുമ്പും ചോല താലൂക്ക് കൂടെ ഒന്ന് ഓർത്തു വെച്ചോളണേ. ഏതാണ്? ഉടുമ്പും ചോല താലൂക്ക്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് തേക്കടിയാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? അത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന് അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. വർഷം 1940. പള്ളിവാസൽ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് മുതിരൻപുഴയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയുടെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? പെരിയാർ നദിയുടെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ കാനഡയുടെ സഹായത്തോടെ. കുറവൻ കുറത്തി മലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദിയാണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ പോയിന്റ് എന്താ പറഞ്ഞത്? കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നറിയപ്പെടുന്നത് കല്ലട ജലസേചന പദ്ധതിയാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാടും ചോലയാണ്. അതും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻ ചോല താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് തേക്കടി വന്യജീവി സങ്കേതമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്. തേക്കടി വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പഠിക്കും. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. സ്ഥാപിതമായ വർഷം എത്രയാ? 1972 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴയിൽ. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയിലാണ്. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിനടുത്തുള്ള അണക്കെട്ട് മാട്ടുപ്പെട്ടി. പഠിച്ചോളണേ. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിനടുത്തുള്ള അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടിയാണ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനുമായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏതാണ്? അതാണ് ശിരുവാണി അണക്കെട്ട്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏതാണ്? അത് ശിരുവാണി അണക്കെട്ടാണ്. ഷോളയാർ അണക്കെട്ട്
ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിൽ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് 1924. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രശസ്തമായ വെള്ളപ്പൊക്കം ഉണ്ടായത് 1924. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കുന്നതിനായി തയ്യാറാക്കിയിരുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് വർഷ പദ്ധതി. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താ? വർഷ പദ്ധതി. കേരളത്തിൽ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കായംകുളത്താണ്. കേരളത്തിലെ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കായംകുളം ജില്ലയിലാണ്. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ വൈദ്യുത നിലയം ഏതെന്ന് ചോദിച്ചാൽ അത് കായംകുളം വൈദ്യുത നിലയം. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ വൈദ്യുത നിലയം ഏതാണ്? കായംകുളം വൈദ്യുത നിലയമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് എവിടെയാണ്? ബ്രഹ്മപുരം. പഠിച്ചോളനെ. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് എവിടെയാണ് സ്ഥാപിതമായത്? ബ്രഹ്മപുരം. അത് എവിടെയാണ്? എറണാകുളം ജില്ല. ഓർത്തോളനെ. ബ്രഹ്മപുരം എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. അതോടൊന്ന് ഓർക്കുക. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസലാണ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? ഡീസലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്നറിയപ്പെടുന്നത് തെന്മലയാണ്. തെന്മല സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എന്നറിയപ്പെടുന്നത് തെന്മലയാണ്. തെന്മല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കൊല്ലം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാം. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴയിലാണ്. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടിയാണ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയിലാണ്. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കുന്നതിനായി തയ്യാറാക്കിയിരുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് വർഷ പദ്ധതി. കേരളത്തിലെ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കായംകുളത്താണ്. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ വൈദ്യുത നിലയം എന്ന് ചോദിച്ചാൽ അത് കായംകുളം താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് പ്രോജക്ട് എവിടെയാണ് വന്നത്? ബ്രഹ്മപുരം. ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്ട് എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുരം. അതെവിടെയാ? എറണാകുളം ജില്ല. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതായിരുന്നു? ഡീസൽ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല. തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയില്. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം എന്ന് പറയാം കേട്ടോ. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യവനം അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. വർഷം 1978. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇത്രയും പഠിച്ചു വെച്ചോളനെ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. പഠിച്ചോളനെ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാ? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാ? പാമ്പാടും ചോലയാണ്. രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി, പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്നതും കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനം എന്നൊക്കെ അറിയപ്പെടുന്നതും അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളതെന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ചീവീടുകളില്ല എന്ന പ്രത്യേകതയുള്ള കേരളത്തിലെ വനപ്രദേശം സൈലന്റ് വാലി. ചീവീടുകളില്ല എന്ന പ്രത്യേകതയുള്ള കേരളത്തിലെ വനപ്രദേശം ഏതാ? സൈലന്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന് കാരണം വെടിപ്ലാവുകൾ ഉള്ളത് കൊണ്ട്. പഠിച്ചോളനെ. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന് കാരണം എന്താ? വെടിപ്ലാവുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ ഉള്ളതുകൊണ്ട്. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് ആരാ? സൈലന്റ്
വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം സൈലന്റ് വാലിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏക ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാവനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1978. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്ന് തന്നെ അറിയപ്പെടുന്നത് ആരാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി പാലക്കാട് ജില്ല. ചീവിടുകളില്ല എന്ന പ്രത്യേകതയുള്ള കേരളത്തിലെ വനപ്രദേശം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിന് കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം സൈലന്റ് വാലിയിൽ ഉള്ളതുകൊണ്ട് കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. ഇന്ത്യയിലെ 38ാമത് കടുവാ സങ്കേതം പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. ഇന്ത്യയിലെ 38ാമത് കടുവാ സങ്കേതം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളം കടുവാ സങ്കേതമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ല. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം പറമ്പിക്കുളം കടുവാ സങ്കേതം. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളം കടുവാ സങ്കേതമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം അറിയുന്ന സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണെന്ന് സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുക. പറമ്പിക്കുളം കടുവാ സങ്കേതം ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുതലമട ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിച്ചോളണേ. പറമ്പിക്കുളം കടുവാ സങ്കേതം ഏത് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാ? മുതലമട ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ്. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ജയറാം രമേശ്. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ആരാ? ജയറാം രമേശ് ആണ്. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തേക്കടി. വർഷം 1934. നമ്മൾ പറഞ്ഞു തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. അപ്പോ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വന്ന വർഷം എത്രയാ? 1934. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. ഇത് നെയ്യാർ ഡാമിന്റെ ഭാഗമായിട്ടാണ്. ഏത് ജില്ലയാ? തിരുവനന്തപുരം ജില്ല. സ്റ്റീവ് ഇർവിന്റെ പേരിലുള്ള ചീങ്കണ്ണി സംരക്ഷണ ഗവേഷണ കേന്ദ്രം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റീവ് ഇർവിന്റെ പേരുള്ള ചീങ്കണ്ണി സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ ഡാമിലാണ്. ജില്ല ഏതാ സുഹൃത്തുക്കളെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ചിന്നാർ വന്യജീവി സങ്കേതം. നക്ഷത്ര ആമകൾക്ക് പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വന്യമേഖല എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വനമേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിന്നാറാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയില്. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാ? അത് ശെന്തുരുണി വന്യജീവി സങ്കേതമാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ 38ാമത് കടുവാ സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതം പറമ്പിക്കുളമാണ്. 1ാമത്തെ കടുവാ സങ്കേതം അറിയുന്ന സുഹൃത്തുക്കളൊന്ന്
കമന്റ് ചെയ്യുക. പറമ്പിക്കുളം കടുവാ സങ്കേതം ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മുതലമട ഗ്രാമപഞ്ചായത്തിലാണ്. ജില്ല ചോദിച്ചു കഴിഞ്ഞാല് പാലക്കാട് ജില്ല. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ജയറാം രമേശ് ആണ്. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. കേരളത്തിലെ ആദ്യ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തേക്കടി വന്യജീവി സങ്കേതമാണ്. നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1934. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് അത് ഏത് നദിയുടെ ഭാഗമാണ്? നെയ്യാർ നദിയിലെ നെയ്യാർ ഡാമിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. സ്റ്റീവ് ഇർവിന്റെ പേരിലുള്ള ചീങ്കണ്ണി സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ ഡാം, തിരുവനന്തപുരം ജില്ല. നക്ഷത്ര ആമകൾക്ക് പേരുകെട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാറാണ്. ദേശീയ ഉദ്യാനങ്ങൾ പെടാത്ത വനമേഖല എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കാരണം ചിന്നാർ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഈ ഒരു ചിന്നാർ വനമേഖല മാത്രം ദേശീയ ഉദ്യാനങ്ങളിൽ പെടുന്നില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, പെരിയാർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇടുക്കി ജില്ലയിലല്ലേ എന്ന്. ശരിയാണ്. പക്ഷെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പെരിയാർ വന്യജീവി സങ്കേതത്തിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വനമേഖല എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ചിന്നാർ വനമേഖല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പഠിക്കുക. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാ? തട്ടേക്കാടാണ്. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ല. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. പഠിച്ചോളനെ, കേരളത്തിലെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കേരളത്തെ ഹരിതവൽക്കരിക്കുവാനുള്ള ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കേരളത്തെ ഹരിതവൽക്കരിക്കുവാനുള്ള ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി നമ്മുടെ മരം പദ്ധതി. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്നൊരുക്കി ആവിഷ്കരിച്ച പദ്ധതിയാണ് നമ്മുടെ മരം പദ്ധതി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായം ഏതാ? കയർ വ്യവസായമാണ്. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം എന്നറിയപ്പെടുന്നത് കയർ വ്യവസായം. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം എന്നറിയപ്പെടുന്നത് കയർ വ്യവസായമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ഏതാന്ന് ചോദിച്ചാൽ അത് ചെമ്മീൻ കയറ്റുമതിയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്ന് ചോദിച്ചാൽ അത് ചെമ്മീൻ കയറ്റുമതിയാണ്. കാപ്പസ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാപ്പക്സ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാ? പണിയാറാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ചോല നായ്ക്കന്മാരാണ്. ഈ ഇടയ്ക്ക് ചോദിച്ചതേയുള്ളേ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏതാണ്? അത് ചോല നായ്ക്കന്മാരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കേരളത്തെ ഹരിതവൽക്കരിക്കുവാനുള്ള ലക്ഷ്യത്തോട് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കാനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി നമ്മുടെ മരം പദ്ധതി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായം. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം കയർ വ്യവസായം. കേരളത്തിൽ നിന്നുള്ള പ്രധാന സമുദ്രോൽപ്പന്ന കയറ്റുമതി ഏതാണ്? ചെമ്മീൻ കയറ്റുമതി. കാപ്പക്സ് എന്ന സഹകരണ സ്ഥാപനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? പണിയാറാണ്.
ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏതാണ്? അത് ചോല നായ്ക്കന്മാരാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 2014 മുതൽ 2024 വരെ നടന്ന എക്സാമുകളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യങ്ങൾ ഒരു 5 തവണയിൽ കൂടുതൽ ഉറപ്പായിട്ടും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും സുഹൃത്തുക്കൾക്ക് കാണാൻ പറ്റും. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറിനെയാണ് നമ്മുടെ PSC എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി നമ്മളോട് തന്നെ തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള പോയിന്റ്സ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.